ഡൽഹിയിൽ അതിശൈത്യം ഉത്തരേന്ത്യയിലൊക്കെ വരുന്നു. ഡൽഹിയിൽ കനത്ത മൂടൽമഞ്ഞാണെന്ന് അറിയുന്നു. മൂടൽമഞ്ഞ് കാഴ്ച മറയ്ക്കുന്നതിനാൽ വാഹനയാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കുറഞ്ഞ ദൃശ്യപരത വിമാന സർവീസുകളെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ദില്ലിയിൽ വിമാന സർവീസുകൾ വൈകാൻ സാധ്യതയുണ്ടെന്ന് ഇൻഡിഗോ ഇതിനകം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വ്യാസുലിൽ ഇന്നും കാര്യങ്ങൾ വ്യത്യസ്തമല്ല. നമ്മൾ ഇന്നലെ കണ്ടതുപോലെയാണ്, നല്ല തിക്കായിട്ടുള്ള ഫോഗാണ്. പക്ഷേ ഇന്നലെ കണ്ടതിനേക്കാൾ കുറച്ചുകൂടി മൂടൽമഞ്ഞ് കുറയുകയോ രാവിലെ തന്നെ വെയിൽ വന്നിട്ടുണ്ടോ? എന്താണ് പുറകുവശത്ത് കുറച്ചുകൂടിയൊക്കെ ദൃശ്യം കാണാൻ പറ്റുന്നുണ്ട്. ഇന്നലെ കുറച്ചുകൂടി വലിയ തിക്കായിരുന്നു. പക്ഷേ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? തണുപ്പ് എങ്ങനെയുണ്ട് ഡൽഹിയിൽ പിയാസുലിൽ? അരുൺ, ദില്ലിയിൽ താപനില നന്നായി കുറയുകയാണ്. 10 ഡിഗ്രിക്ക് അടുത്ത് വരെ താപനില കുറഞ്ഞിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിലും നല്ല തണുപ്പായിരിക്കും ദില്ലിയിൽ. ഈ തണുപ്പ് കുറയുന്നതിനനുസരിച്ച് മൂടൽമഞ്ഞിന്റെ അളവും ദില്ലി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ വർദ്ധിക്കുകയാണ്. ഏതായാലും അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇപ്പോൾ ദില്ലിയിൽ ഇന്ന് കാഴ്ചപരിധി വലിയ കുഴപ്പമില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ ദില്ലിയിൽ ഇന്ന് മൂടൽമഞ്ഞിന്റെ അളവ് കുറവാണ്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നമുക്ക് ഇവിടെ നിന്ന് കണ്ടാൽ പാർലമെന്റും വിജയ് ചൗക്കുമൊക്കെ കാണേണ്ടതാണ്. പക്ഷേ അതിനെ മറച്ചുകൊണ്ട് മൂടൽമഞ്ഞുണ്ട്. എതിർവശത്ത് ഇന്ത്യ ഗേറ്റാണ്. നമുക്കിവിടെ നോക്കിയാൽ ഇന്ത്യ ഗേറ്റും കാണാനില്ല. ഏതായാലും ഈ മഞ്ഞിനൊപ്പം തന്നെ ഇവിടെ ഈ വായു മലിനീകരണവും ഉണ്ട് എന്ന ഒരു പ്രശ്നം കൂടിയുണ്ട്. ഏതായാലും ഇത് രണ്ടും ചേർന്നുള്ള ഒരു സ്മോഗ് ദില്ലിയെ മറച്ചിരിക്കുന്നു. ഇതോടൊപ്പം തന്നെയാണ് ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാകെ പലയിടങ്ങളിലും ശക്തമായ മൂടൽമഞ്ഞ് തുടരുന്നത്. ഏതായാലും ഈ മൂടൽമഞ്ഞ് ശക്തമായ സാഹചര്യത്തിലാണ് വിമാന കമ്പനികളൊക്കെ തന്നെ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത്. പ്രത്യേകിച്ച് ദില്ലി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ ഈ മൂടൽമഞ്ഞിനെ തുടർന്ന് വൈകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വിമാന കമ്പനികൾ അറിയിക്കുന്നത്. അതുകൊണ്ട് വിമാനത്തിന്റെ ഒരു ഷെഡ്യൂളൊക്കെ തന്നെ ഒന്നുകൂടി പരിശോധിച്ച് വിമാനത്താവളങ്ങളിലേക്ക് എത്തണം എന്നാണ് ഇൻഡിഗോ അടക്കം നൽകുന്ന മുന്നറിയിപ്പ്. അതുപോലെ തന്നെ ഈ ഒരു മൂടൽമഞ്ഞ് ട്രെയിൻ ഗതാഗതത്തെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് കുറവുണ്ട് മൂടൽമഞ്ഞ് എങ്കിൽ പോലും പലയിടങ്ങളിലും മൂടൽമഞ്ഞ് ശക്തമാണ്. ഇന്നലെയൊക്കെ തന്നെ മുംബൈ ദില്ലി എക്സ്പ്രസ് വേയിൽ വലിയ അപകടം ഉണ്ടായിരുന്നു. മൂടൽമഞ്ഞിനെ തുടർന്ന് വാഹനങ്ങൾ കൂട്ടിയിടിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ആഗ്ര എക്സ്പ്രസ് വേയിലെ അപകടം റിപ്പോർട്ട് ചെയ്തത്. അതിന് സമാനമായ അപകടം ദില്ലി മുംബൈ എക്സ്പ്രസ് വേയിലും ഉണ്ടായിട്ടുണ്ട് മൂടൽമഞ്ഞിനെ തുടർന്ന്. ശരി, താങ്ക് യു. പിയാസുലാണ് വിവരങ്ങൾ നൽകിയത്. നല്ല തണുപ്പാണ് കേട്ടോ. 10 ഡിഗ്രി സെൽഷ്യസിലേക്കൊക്കെ എത്തി. നമ്മുടെ മൂന്നാറിൽ പോലും നല്ല തണുപ്പാണ് കേട്ടോ. കൊടും തണുപ്പ് എന്ന് നമ്മൾ പറയും. മൂന്നാറിലേക്കൊക്കെ ഇപ്പോൾ കൂടുതൽ വിനോദസഞ്ചാരികളൊക്കെ ഒഴുകി തുടങ്ങിയിട്ടുണ്ട്.